എവരിവൺ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മളിത് ഒരു റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഒരു ആൾട്ടോ കാറിൻ്റെ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യാൻ പോകണം. അപ്പോൾ ആ റേഡിയേറ്ററിൽ നിറച്ചും കച്ചറയാണ്. റേഡിയേറ്റർ ഫുള്ള് ബ്ലോക്കായിട്ട് ഓവർ ഹീറ്റായ വണ്ടിയാണ്. അപ്പോൾ ഒരു റേഡിയേറ്റർ ഫ്ലഷ് മേടിച്ചിട്ട് ഈ ഒരു കമ്പനിയുടെ ഒരു 300-350 രൂപ വിലയുള്ള ഈ ഒരു റേഡിയേറ്റർ ഫ്ലഷ് മേടിച്ചിട്ട് നമ്മൾ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഫുള്ള് കച്ചറ അടിച്ച് കലക്കി പോകുമോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വാ, നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ആദ്യമായിട്ട് ഞാൻ ഈ റേഡിയേറ്ററിൻ്റെ ക്യാപ്പൊന്ന് തുറന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ ഇതിൻ്റെ അവസ്ഥ എന്നാണെന്നുള്ളത്. ഇതുണ്ടല്ലോ, ക്യാപ്പിൽ തന്നെ കണ്ടോ ഉള്ളത് തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് തുരുമ്പാണ് സംഭവം. തുരുമ്പ് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് എത്രമാത്രം ഫലപ്രദമാകും എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. ഇത് പോവെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം, ഫ്ലഷ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ റേഡിയേറ്ററിൻ്റെ ഫ്ലഷിൻ്റെ അടപ്പ് തുറന്നിട്ട് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിക്കാം. നമ്മൾ റേഡിയേറ്റർ ഫ്ലഷ് മേടിച്ച സാധനം. ഈ റേഡിയേറ്റർ ഇത്ര കച്ചറയാവാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂളൻ്റൊന്നും യൂസ് ചെയ്യാതെ ചുമ്മാ ഈ വെള്ളം മാത്രം യൂസ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കണതുകൊണ്ട് കേട്ടോ. നമ്മൾ ഈ വണ്ടിയിൽ കൂളൻ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റേഡിയേറ്റർ ഇത്ര അധികം കച്ചറയാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അതിനകത്തേക്ക് അങ്ങ് ഒഴിക്കാം. അതിനകത്ത് ചെറിയൊരു ഹോൾട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അല്ല, സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്നല്ല, ഒരു 10 മിനിറ്റ് സ്റ്റാർട്ടിങ്ങിലിടണം. ഇതിന് ചെറിയൊരു റെഡ് കളറുണ്ട് കേട്ടോ സംഭവം. ചെറിയൊരു റെഡ് കളറിലുള്ളൊരു ലിക്വിഡാണ് ഈ സാധനം. ഇതിനകത്ത് എഴുതി വെച്ചേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്കിന്നിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ കണ്ണിലൊന്നും പോകാൻ പാടില്ല എന്നാണ് എഴുതി വെച്ചേക്കണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കണ്ണടയൊക്കെ വെച്ചിട്ടാണ് ഈ സാധനം ഒഴിക്കണത്. ഫുള്ളായിട്ടോ. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഒരു 10 മിനിറ്റ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങും. വണ്ടി ഒരു 6:30 ആയപ്പോൾ ഇട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങും. വണ്ടി ഒരു 10 മിനിറ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടതിന് ശേഷം നമുക്ക് അടിയിൽ തുറന്നിട്ടിട്ട് നമുക്ക് റേഡിയേറ്ററിൻ്റെ അടിയിലെ ക്യാപ്പ് തുറന്നിട്ടിട്ട്, ഈ ആൾട്ടോയ്ക്ക് ക്യാപ്പില്ല, അതുകൊണ്ട് തന്നെ അടിയിലെ ഹോസ് തുറന്നിട്ട് നമുക്ക് ആ ഒരു വെള്ളം നമുക്കൊന്ന് പിടിച്ചു വെക്കാം. എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാമല്ലോ. അടിച്ച് കലക്കി പോയോ അതോ ഇത് വെറുതെ പറയണയാണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടേക്കാണ്. നമ്മളൊരു ട്രേ കഴുകിയെടുക്കാനുണ്ട് കേട്ടോ. ഒരു ട്രേ കഴുകിയെടുത്തിട്ട് നമുക്ക് റേഡിയേറ്ററിൽ വെള്ളമൊന്ന് ചോർത്തിയിട്ടൊന്ന് നോക്കാം. എത്രമാത്രം അതിനകത്ത് കച്ചറ അടിഞ്ഞു കൂടിയിട്ടുണ്ടോ, അതോ ഈ ഒരു പറയുന്ന പ്രോഡക്റ്റ് നല്ലതാണോ, അതോ
ഇതിങ്ങനെ വിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും നമുക്കിങ്ങനെ പൊക്കിയിട്ടേ വെള്ളം ഇതിനകത്തേക്ക് ഇരുത്തിയിട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ ഇതിനകത്ത് എന്തോരം ഇത് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മേത്തേക്കും കണ്ണിലൊക്കെ ചാടാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഈ ട്രേ ഇത്ര പൊക്കണം. ഈ ട്രേ ഇത്ര പൊക്കിയിട്ട് ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് വെള്ളം ചാടിക്കുവാണെങ്കിൽ മേത്തേക്കൊന്നും ചാടുമല്ലോ. എൻ്റെ പൊന്നു മച്ചാന്മാരെ അതേ സംഭവം നോക്കി. എൻ്റെ പൊന്നു എന്നെ കച്ചറയെ നോക്കി. അതേ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്തപ്പോൾ ചാടിയതാട്ടോ ഇത് ഫുള്ള്. എൻ്റെ പൊന്നു ഇത് സംഭവം പറയണത് കറക്റ്റാട്ടോ. അതേ എന്നാ അത് ഇതിനകത്ത് നിറച്ച് കച്ചറ സാധനം. ആ റേഡിയേറ്റർ ഫ്ലഷ് ഉപയോഗിച്ച് ഫ്ലഷ് ചെയ്തപ്പോൾ ചാടിയ സാധനം കേട്ടോ. ഇവിടെ ഫുള്ള് ലേറ്റില്ല എന്നിട്ടും വരെ രാത്രി, അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് കാണാൻ പറ്റാത്തത്. എന്നാലും നോക്കി ഇതിനകത്ത് നോക്കിയത് ഫുള്ള് കച്ചറ. നമുക്ക് ഇതിനകത്ത് ഒഴിച്ചൊന്ന് വിട്ടു നോക്കാം, അപ്പോൾ കറക്റ്റായിട്ട് അറിയാലോ. റേഡിയേറ്ററിൽ എഞ്ചിനിൽ നിന്ന ഫുള്ള് കച്ചറ. ഈ സാധനം ഫ്ലഷ് ചെയ്തിട്ട് ലാസ്റ്റ് നോക്കിക്കോട്ടോ ഫുള്ള് ഇതിനകത്ത് മറ്റേ ഇങ്ങനെ അടിഞ്ഞുകൂടി, ഇങ്ങനെ തുരുമ്പ് ഇങ്ങനെ അടിഞ്ഞുകൂടി കണ്ട ഇത്ര അധികം സാധനം ഇങ്ങനെ ഫ്ലഷ് ചെയ്തപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങ് പോന്നു. ഇതിൻ്റെ ടാങ്ക് ഒന്ന് ആ മരുന്ന് ഇച്ചിരി ഒഴിച്ചിട്ട് കലക്കി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ടാങ്ക് ഇളകി തന്നെ കാണണം. റേഡിയേറ്ററിൻ്റെ ടാങ്കില്ലേ അത് ലാസ്റ്റാണ് കേട്ടോ. എൻ്റെ പൊന്നോ ഫുള്ള് റേഡിയേറ്ററിൻ്റെ ടാങ്കിൻ്റെ ഉള്ളിലും അതുപോലെ റേഡിയേറ്ററിലൊക്കെ ഫുള്ള് ഇങ്ങനെ തുരുമ്പാണ്. ഈ സംഭവം ഈ കൂളൻ്റ് ഇങ്ങനെ ഒഴിച്ചിട്ടാണ് ഇതുപോലെ കണ്ടില്ല ടാങ്കിലൊക്കെ കണ്ടോ ഫുള്ള് തുരുമ്പാ. അപ്പോൾ ഇതെല്ലാം അടിപൊളിയായിട്ട് സത്യം പറഞ്ഞാൽ ഇത് അഴിച്ചിട്ട് റേഡിയേറ്റർ അഴിച്ച് പൊട്ടിച്ച് ക്ലീൻ ചെയ്യേണ്ട സംഭവമാണ്. പക്ഷേ നമ്മളിങ്ങനെ റേഡിയേറ്റർ ഫ്ലഷ് നമ്മൾ ഒഴിച്ചൊന്ന് ഫ്ലഷ് ചെയ്തൊന്ന് ഒഴിച്ച് നോക്കി.